രാവിലെ ഗാർഡനിൽ വെള്ളമൊഴിക്കാൻ വന്നപ്പോഴാണ് ഡെമാസ്ക് മെലന്റെ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നത് കണ്ടത്. ഫീമെയിൽ ഫ്ലവർ ആണ് കേട്ടോ. എന്നാ പിന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്തേക്കാമെന്ന് കരുതി ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുവാണേ. അതിനുവേണ്ടി ഒരു മെയിൽ ഫ്ലവർ എടുത്തിട്ടുണ്ട്. ആ മെയിൽ ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ ഒന്ന് കളഞ്ഞ് ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ഉരച്ചു കൊടുക്കണം. പെറ്റൽസ് കളഞ്ഞു വന്നപ്പോൾ അതിന്റെ തണ്ടും വിട്ടുപോയിട്ടോ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇത് കണ്ടോ, ആ തണ്ടൊടിഞ്ഞാലും ഇല്ലെങ്കിലും പോളിനേഷൻ നടന്നാൽ മതിയല്ലോ. പിന്നെ കജാരി മെലന്റെ ആദ്യത്തെ ഫീമെയിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും പറയാറുള്ളത് പോലെ ഫീമെയിൽ ഫ്ലവറിന്റെ അടിയിൽ ഒരു കുഞ്ഞു കായ കാണും, മെയിൽ ഫ്ലവറിന്റെ അടിയിൽ അത് കാണില്ല. ഇതാണ് കേട്ടോ മെയിൽ ഫ്ലവർ. നേരത്തെ മസ്ക് മെലന്റെ മെയിൽ ഫ്ലവറിന്റെ തണ്ടൊടിഞ്ഞു പോയതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ചാണ് കേട്ടോ പെറ്റൽസ് കളഞ്ഞെടുത്തത്. ഇനി മെയിൽ ഫ്ലവറിന്റെ ആന്തർ എടുത്ത് ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ നന്നായി ഉരച്ചു കൊടുക്കുക. ഹാൻഡ് പോളിനേഷൻ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നറിയാൻ 2 ദിവസം വെയിറ്റ് ചെയ്യണം. ഹാൻഡ് പോളിനേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് താഴത്തെ ഗാർഡനിലേക്ക് പോയപ്പോഴാണ് കേട്ടോ കണ്ടത്, ദേ ഈ ഒരു ചെടിയിൽ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. പൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. എന്താണെന്നറിയോ, എലികൾ കുറച്ച് ചെടികളൊക്കെ നശിപ്പിച്ചിരുന്നല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പോയി എന്ന് വിചാരിച്ചിരുന്നതാണിത്. പക്ഷെ പൂക്കൾ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇതിന്റെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിന്റെ തണ്ടിന് നല്ല നീളമാണ്, പൂക്കൾക്ക് നല്ല വലിപ്പവുമാണ്. അങ്ങനെയാണ് മറ്റുള്ള കുക്കുംബറിൽ നിന്നും ഇത് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ ഇതേ സൈഡ് ഷൂട്ടിൽ നിന്ന് ഒരു ഫീമെയിൽ ബഡ് ഉണ്ടായി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ സാധാ കുക്കുംബറിന്റെ ഫ്ലവർ. ഫ്ലവർ നോക്കിയേ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതല്ലേ. ഇനി അങ്ങോട്ട് മെലൻസിന്റെയും കുക്കുംബറിന്റെയും സീസൺ തുടങ്ങുവാണ്. നിങ്ങൾ നട്ടോ ഇതിന്റെയൊക്കെ വിത്തുകൾ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നട്ടോളൂ.